ഭാരതത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും തകർത്ത് ക്യാമ്പസുകളിൽ അശാന്തി വിതയ്ക്കാനുള്ള സംഘപരിവാർ അജണ്ടകൾക്ക് കർണാടകയിൽ വീണ്ടും തുടക്കമായിരിക്കുകയാണ്. വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെയും വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായ പഠനാവകാശത്തെയും മുൻനിർത്തി കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കൈക്കൊണ്ട അങ്ങേയറ്റം ജനാധിപത്യപരവും മതനിരപേക്ഷവുമായ ഒരു തീരുമാനത്തെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾക്കായി വർഗീയവൽക്കരിക്കാനാണ് BJPയും അവരുടെ പോഷക സംഘടനകളും ഇപ്പോൾ ശ്രമിക്കുന്നത്. 2022 രാജ്യവ്യാപകമായി വലിയ ചർച്ചയാവുകയും തെരുവുകളിൽ വലിയ സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്ത ഹിജാബും കാവിഷാളും തമ്മിലുള്ള തർക്കങ്ങൾ വീണ്ടും കർണാടകയുടെ ക്യാമ്പസുകളിലേക്ക് മനഃപൂർവ്വം വലിച്ചിഴക്കപ്പെടുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുൻപുണ്ടായിരുന്ന വിവേചനപരമായ ഹിജാബ് വിലക്ക് പൂർണ്ണമായും നീക്കിക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിപ്ലവകരവും ചരിത്രപരവുമായ ഒരു ഉത്തരവ് സിദ്ധരാമയ്യരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. എന്നാൽ ക്യാമ്പസുകളിൽ സമാധാന അന്തരീക്ഷം തിരികെ വരുന്നത് ഒട്ടും സഹിക്കാനാവാത്ത പ്രതിപക്ഷമായ BJPയും ശ്രീരാമസേന ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ സംഘടനകളും പുതിയ കാവിഷാൾ പ്രതിഷേധങ്ങളുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് കർണാടകയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു സാധാരണ വസ്ത്രധാരണ വിഷയം ഇത്രത്തോളം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുന്നത്? കോൺഗ്രസ് സർക്കാരിന്റെ ജനാധിപത്യപരമായ നിലപാടും അതിനെ തകർക്കാനുള്ള BJPയുടെ രാഷ്ട്രീയ നാടകങ്ങളും കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ചരിത്ര പശ്ചാത്തലവും ഇപ്പോഴത്തെ സാഹചര്യവും നാം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ വലിയ വിവാദങ്ങളുടെ വേരുകൾ കിടക്കുന്നത് 2022 ഫെബ്രുവരിയിലാണ്. കർണാടകയിലെ തീരദേശ നഗരമായ ഉടുപ്പിയിലുള്ള ഒരു ഗവൺമെന്റ് പ്രീ യൂണിവേഴ്സിറ്റി കോളേജിൽ ഹിജാബ് ധരിച്ചെത്തിയ ഏതാനും മുസ്ലിം വിദ്യാർത്ഥിനികളെ ക്ലാസ്സിൽ കയറുന്നതിൽ നിന്ന് കോളേജ് അധികൃതർ തടഞ്ഞതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അന്ന് കർണാടകയിൽ ഭൂരിപക്ഷ വർഗീയതയും തീവ്ര ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ടു പോയ ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരായിരുന്നു ഭരണത്തിൽ. വിവേചനപരമായ നിലപാടുകൾക്ക് പേരുകേട്ട അന്നത്തെ BJP സർക്കാർ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതത് മാനേജ്മെന്റുകൾ നിഷ്കർഷിച്ചുള്ള ഔദ്യോഗിക യൂണിഫോം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നും അത് ലംഘിക്കാൻ പാടില്ലെന്നുമുള്ള കരിനിയമം കൊണ്ടുവന്നു. ഈ ഉത്തരവ് ഫലത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കുന്നതിനും അവരെ ക്യാമ്പസുകളിൽ നിന്ന് ബോധപൂർവം അകറ്റുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു. ഇതിനെതിരെ വിദ്യാർത്ഥിനികൾ തങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങി പ്രതിഷേധിച്ചപ്പോൾ ക്യാമ്പസുകളെ കൂടുതൽ കലുഷിതമാക്കാൻ സംഘപരിവാർ സംഘടനകൾ തങ്ങളുടെ വിദ്യാർത്ഥി വിഭാഗങ്ങളെ കാവിഷാളുകൾ ധരിപ്പിച്ച് ക്യാമ്പസിനുള്ളിലേക്ക് ഇറക്കിവിട്ടു. വിദ്യാലയങ്ങളെ രാഷ്ട്രീയ പോർക്കളങ്ങളാക്കി മാറ്റി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനായിരുന്നു അന്ന് BJP ശ്രമിച്ചത്. ക്രമസമാധാന നില തകരുമെന്ന ഘട്ടത്തിൽ പലയിടങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദിവസങ്ങളോളം അടച്ചിടേണ്ടി വന്നു. പിന്നീട് ഈ വിഷയം വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് വഴിമാറി. വിദ്യാർത്ഥിനികൾ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും 2022 മാർച്ചിൽ ഹൈക്കോടതി സർക്കാരിന്റെ യൂണിഫോം ഉത്തരവ് ശരിവെക്കുകയാണ് ചെയ്തത്. ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാം മതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആചാരമല്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. എന്നാൽ വിഷയം സുപ്രീം കോടതിയിലെത്തിയപ്പോൾ വലിയ മാറ്റമുണ്ടായി. സുപ്രീം കോടതി ബെഞ്ചിലെ 2 ജഡ്ജിമാർ ഭിന്നവിധി പുറപ്പെടുവിച്ചതിനാൽ വ്യക്തി സ്വാതന്ത്ര്യവും വസ്ത്രധാരണാ സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന ഈ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ വലിയൊരു ഭരണഘടനാ ബെഞ്ചിന്റെ അന്തിമ പരിഗണനയിലാണ് നിലകൊള്ളുന്നത്. 2023 നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ പൂർണ്ണമായി തൂത്തെറിയുകയും വൻ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന BJP നയങ്ങൾക്ക് വിരുദ്ധമായി എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയൊരു ജനാധിപത്യപരമായ നീക്കത്തിലൂടെ കർണാടക വിദ്യാഭ്യാസ വകുപ്പ് പുതിയൊരു ഉത്തരവ് പുറത്തിറക്കിയത്. ഈ പുതിയ ഉത്തരവ് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പൊതുവായ അച്ചടക്കത്തെയോ സുരക്ഷയെയോ വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ പ്രക്രിയയെയോ ബാധിക്കാത്ത രീതിയിൽ സ്കൂൾ യൂണിഫോമിനൊപ്പം പാരമ്പര്യമായി ധരിച്ചു വരുന്ന മതപരമായ ചിഹ്നങ്ങൾ കൂടി ധരിക്കാൻ പുതിയ ഉത്തരവിലൂടെ കോൺഗ്രസ് സർക്കാർ അനുമതി
അനുമതി നൽകി. അതായത് മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് ഹിജാബ് ധരിക്കാം, സിഖ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പരമ്പരാഗതമായ തലപ്പാവ് ധരിക്കാം, കൂടാതെ പൂണൂൽ, രുദ്രാക്ഷം, ശിവധാര തുടങ്ങിയ പരമ്പരാഗത മത ചിഹ്നങ്ങൾ ധരിച്ച് വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസുകളിൽ എത്താം. ഇത് ദീർഘകാലമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മതപരവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങളെയും പാരമ്പര്യങ്ങളെയും ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ളതാണെന്നും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് വേണ്ടി മാത്രം കൊണ്ടുവന്ന ഇളവല്ലെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുതിയ ഉത്തരവോടെ മുൻപ് BJP സർക്കാർ കൊണ്ടുവന്ന വിദ്വേഷം നിറഞ്ഞ ഉത്തരവ് പൂർണ്ണമായും റദ്ദാക്കപ്പെട്ടു. ഇത്തരം പരമ്പരാഗത ചിഹ്നങ്ങളുടെ പേരിൽ ഒരു വിദ്യാർത്ഥിയെയും ക്ലാസ്സിൽ കയറ്റാതിരിക്കാനോ പുറത്താക്കാനോ പാടില്ലെന്ന് കോൺഗ്രസ് സർക്കാർ കർശനമായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കാനും അവരെ പൊതുസമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുമുള്ള കോൺഗ്രസിന്റെ ഉദാരവും മതനിരപേക്ഷവുമായ നയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്നാൽ വിവേചനരഹിതമായ ഈ സർക്കാർ ഉത്തരവ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് വീണ്ടും ബോധപൂർവം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് BJPയും ശ്രീ രാമസേന പോലെയുള്ള വലതുപക്ഷ സംഘടനകളും ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നതെന്ന സ്ഥിരം പല്ലവി ആവർത്തിച്ച് ക്യാമ്പസുകളിൽ വീണ്ടും മതപരമായ ചേരിതിരിവും വിദ്വേഷവും ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഹുബ്ലി വിഭാഗം ഉൾപ്പെടെയുള്ള വടക്കൻ കർണാടകയിലെ പലയിടങ്ങളിലും ഹിന്ദുത്വ സംഘടനകളുടെ പ്രവർത്തകർ സ്കൂളുകൾക്കും കോളേജുകൾക്കും മുന്നിൽ തടിച്ചുകൂടുകയും വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ കാവിഷാളുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ സംസ്ഥാനമൊട്ടാകെ കാവിഷാൾ ക്യാമ്പയിൻ ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. ക്യാമ്പസുകളിൽ ഹിജാബ് അനുവദിക്കുകയാണെങ്കിൽ ഹിന്ദു വിദ്യാർത്ഥികൾക്ക് കാവിഷാൾ ധരിക്കാനും തുല്യമായ അവകാശമുണ്ടെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന വാദം. എന്നാൽ ഈ വാദത്തിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൽകിയ കൃത്യമായ മറുപടി BJPയുടെ രാഷ്ട്രീയ മുഖംമൂടി അഴിച്ചു കാട്ടുന്നതാണ്. കാലങ്ങളായി പാരമ്പര്യമായി ധരിച്ചു വരുന്ന മതപരമായ ആചാരങ്ങൾക്ക് മാത്രമേ യൂണിഫോമിനൊപ്പം അനുമതിയുള്ളൂ എന്നും കാവിഷാൾ ധരിക്കുക എന്നത് അടുത്ത കാലത്ത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം ചില സംഘടനകൾ ആരംഭിച്ച ഒരു പുതിയ പ്രതിഷേധ രീതി മാത്രമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അത്തരം രാഷ്ട്രീയ പ്രകോപനങ്ങൾ സ്കൂളുകളിൽ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് കോൺഗ്രസ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഈ വിഷയത്തെ സമഗ്രമായി വിലയിരുത്തുമ്പോൾ വിദ്യാഭ്യാസം നേടുക എന്ന കുട്ടികളുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശത്തെ പോലും തങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി BJP എങ്ങനെ ക്രൂരമായി ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമാകും. കോൺഗ്രസ് പാർട്ടി എപ്പോഴും വിശ്വസിക്കുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ജനാധിപത്യപരമായ ഭരണരീതിയിലാണ്. അതിന്റെ ഭാഗമായാണ് വസ്ത്രധാരണ സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ വിഭാഗം കുട്ടികൾക്കും വിദ്യാലയങ്ങളുടെ വാതിലുകൾ കോൺഗ്രസ് സർക്കാർ തുറന്നിട്ടത്. എന്നാൽ മറുഭാഗത്ത് ഇതിനെ കേവലം രാഷ്ട്രീയ പ്രീണനമായി ചിത്രീകരിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ വിദ്വേഷത്തിന്റെ വലിയ മതിൽക്കെട്ടുകൾ ഉയർത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ക്യാമ്പസുകൾ എന്നത് വിദ്യാർത്ഥികൾക്ക് അറിവ് നേടാനും പരസ്പര സൗഹാർദ്ദം വളർത്താനും ശാസ്ത്രീയമായ അവബോധം ഉണ്ടാക്കാനുമുള്ള ഇടങ്ങളാണ്. അല്ലാതെ വർഗീയ സംഘടനകൾക്ക് തങ്ങളുടെ ശക്തി തെളിയിക്കാനും പോർവിളി നടത്താനുമുള്ള വേദികളല്ല. BJP പരാജയപ്പെട്ട വസ്ത്രവിലക്ക് നയം വീണ്ടും കുത്തിപ്പൊക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തരംതാണ രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. വസ്ത്രധാരണത്തിന്റെ പേരിൽ ക്യാമ്പസുകളിൽ മതിൽക്കെട്ടുകൾ ഉയരുമ്പോൾ തകരുന്നത് ഒരു തലമുറയുടെ ഒത്തൊരുമയാണെന്ന യാഥാർത്ഥ്യം വിദ്വേഷ രാഷ്ട്രീയക്കാർ ഓർക്കുന്നത് നന്നായിരിക്കും. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ അന്തിമ വിധി വരുന്നത് വരെയെങ്കിലും നിയമം അനുസരിക്കാനും സമാധാനം പാലിക്കാനും പ്രതിപക്ഷം തയ്യാറാകണം. അതുവരെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ക്യാമ്പസുകളെ അശാന്തമാക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ക്യാമ്പസുകളിൽ സമാധാനവും വിദ്യാർത്ഥികൾക്കിടയിൽ സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസ് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വർഗീയ ശക്തികളുടെ പ്രകോപനങ്ങളെ അതിജീവിച്ച് കർണാടകയിലെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് വരും ദിവസങ്ങളിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം. വസ്ത്രധാരണ സ്വാതന്ത്ര്യം, അക്കാദമിക അച്ചടക്കവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.